ദോശയുടെ ഉള്ളിൽ വയ്ക്കാൻ. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കൂട്ടി വയ്ക്കട്ടെ. അല്പം ഉപ്പിട്ടിട്ടുണ്ട്. വീണ്ടും ഇളക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇത്രയും വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്രയും മതി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. കുറച്ച് വേപ്പില, കൂടുതലുണ്ടെങ്കിൽ കൂടുതലിടാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചത് ചേർക്കാം. ഇതും 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ആയി ഇതിട്ടിട്ട്. ഇത് നന്നായിട്ട് മൂത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി, തീ കുറച്ച് വയ്ക്കണേ. ഇത് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് പുളിയൊക്കെ എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുത്തേക്കട്ടെ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്യൂരി ആയിട്ട് ചേർക്കാം കേട്ടോ. ടൊമാറ്റോ പ്യൂരി ചേർക്കാം. രണ്ട് ടീസ്പൂൺ വെള്ളം. അല്ലെങ്കിൽ നമ്മൾ ചേർക്കാൻ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇനി 1 ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ വെക്കണം കേട്ടോ. ഇത് ഞാൻ ബ്രസ്റ്റാണ് എടുത്തത്. ചിക്കൻ്റെ ബ്രസ്റ്റ് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തു. അതിനുശേഷം ആറിക്കഴിഞ്ഞപ്പോൾ കൈകൊണ്ട് തന്നെ പിച്ചെടുത്തതാണിത്. നമുക്ക് വേണമെങ്കിൽ ബോൺലെസ് അല്ലാതെ ബോണുള്ളത് വേണമെങ്കിലും എടുക്കാം. അപ്പോഴും നമ്മൾ ബോൺ മാറ്റിയിട്ട് ഈ ഫ്ലഷ് മാത്രം എടുക്കണം. ചിക്കൻ ചേർക്കാം. പിന്നെ ഈ ചിക്കനൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആകട്ടെ കേട്ടോ. ഈ മിക്സ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഓഫ് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ടേ. കണ്ടോ, ഇതുപോലെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ മുട്ട കുത്തിപ്പിടിച്ച പോലെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മതി. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ദോശ ചുടാം. ബട്ടറാണ്.
ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പുതിന ചട്നി ഇല്ലേ, അത് ആദ്യം ഇങ്ങനെ കൊടുക്കാം. ഇവിടെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കൂടുതൽ ഇതുപോലെ ഇങ്ങനെ വെക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത്ര ചേർക്കുന്നുള്ളേ. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള, കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ്. ഇത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചീസ്. ഇത്രയും മതി. ഇതിനെ ഇങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പറേ സൈഡും കൂടി വേണമെങ്കിൽ ഒന്ന് ഇതാക്കാം. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ.